കാർഷിക വാർത്തകൾ. കനത്ത ചൂടിൽ റബ്ബർ കർഷകർ ടാപ്പിംഗ് നിർത്തി. ഏലം തോട്ടങ്ങൾക്ക് ചൂട് ബാധിച്ചു. കൃത്രിമ ജലസേചന മാർഗങ്ങൾ തേടി കർഷകർ. നാളികേര വിപണിയിൽ വിളവെടുപ്പ് മുന്നേറുന്നു. ഉത്തര കേരളത്തിൽ പകൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നത് കാർഷിക മേഖലയിൽ ആശങ്ക ജനിപ്പിച്ചു. അരനൂറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് ഫെബ്രുവരിയിൽ ചൂട് ഇത്രമാത്രം ഉയരുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക റബ്ബർ തോട്ടങ്ങളും നിശ്ചലമാണ്. കനത്ത ചൂട് മൂലം കർഷകർ ടാപ്പിംഗ് നിർത്തി. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 192 രൂപയിലും 5ാം ഗ്രേഡ് 188 രൂപയിലും വിപണനം നടന്നു. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില കയറിയിറങ്ങി. ജപ്പാൻ ഒസാക എക്സ്ചേഞ്ചിൽ നിലനിന്ന ശക്തമായ വിൽപ്പന സമ്മർദ്ദത്തിൽ നിരക്ക് 373 യെന്നിൽ നിന്നും 363 ഇടിഞ്ഞു. അതേസമയം ബാങ്കോക്കിൽ നിരക്ക് കിലോ 211 രൂപയായി വർദ്ധിച്ചു. നാളികേര വിളവെടുപ്പ് മുന്നേറുകയാണെങ്കിലും പല ഭാഗങ്ങളിലും ഉൽപാദനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തത് മില്ലുകാരെ അസ്വസ്ഥരാക്കുന്നു. തെക്കൻ ജില്ലകളിൽ നിന്നും പച്ചത്തേങ്ങ തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നുണ്ട്. മാസാരംഭം അടുത്തതിനാൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യവസായികൾ. കൊപ്ര കൊച്ചിയിൽ 15,050 രൂപയിലും തമിഴ്നാട്ടിൽ 14,850 രൂപയുമാണ്. കനത്ത ചൂടിൽ വിളനാശ സാധ്യതകൾ മുന്നിൽ കണ്ട് കൃത്രിമ ജലസേചന മാർഗങ്ങൾക്കുള്ള ശ്രമത്തിലാണ് കർഷകർ. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും ലേലത്തിൽ താൽപര്യം കാണിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണ ലഭ്യമായിട്ടും ശരാശരി ഇനങ്ങൾക്ക് കിലോ 2,760 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്താനായില്ല. മികച്ച ഇനങ്ങൾ 3,025 രൂപയിൽ കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൈനാപ്പിൾ ഇല കൊണ്ട് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുകയാണ് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം. പാലിൻ്റെ കൊഴുപ്പ് വർദ്ധിപ്പിക്കാൻ ഈ രീതി ഗുണം ചെയ്യുമെന്നാണ് കണ്ടെത്തൽ. വൈക്കോലിനും പച്ചപ്പുല്ലിനുമൊപ്പം നൽകാവുന്ന പാരമ്പര്യേതര തീറ്റയായാണ് പൈനാപ്പിൾ ഇല അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ പാലുൽപാദനം 1 മുതൽ 1.5 ലിറ്റർ വരെയും പാൽ കൊഴുപ്പ് 0.3 മുതൽ 0.5% വരെ വർദ്ധിക്കുമെന്നാണ് കണ്ടെത്തൽ. പൈനാപ്പിൾ ഇലകൾ ചെറു കഷ്ണങ്ങളാക്കിയാണ് സംസ്കരിച്ചെടുക്കുക. 100 കിലോയ്ക്ക് 2 കിലോ എന്ന തോതിൽ ശർക്കരയും 1/2 കിലോ ഉപ്പും ചേർക്കുക. ശേഷം പ്ലാസ്റ്റിക് ഡ്രമ്മുകളിൽ വായുസഞ്ചാരം കടക്കാത്ത രീതിയിൽ പായ്ക്ക് ചെയ്യാം. 60 ദിവസം വരെ ഇത്തരത്തിൽ സൂക്ഷിച്ച ശേഷം കന്നുകാലികൾക്ക് നൽകാം. 1 വർഷം വരെ ഇത് സൂക്ഷിക്കാനാകുമെന്നാണ് കൃഷി വിജ്ഞാന കേന്ദ്രം വ്യക്തമാക്കുന്നത്. പ്രതിദിനം 10 മുതൽ 15 കിലോഗ്രാം പൈനാപ്പിൾ സൈലേജ്, 5 കിലോ പുല്ല്, 2 കിലോ വൈക്കോൽ, സാന്ദ്രീകൃത തീറ്റ എന്നിവ മിശ്രിതമായി നൽകുകയാണ് വേണ്ടത്. സംസ്കരിച്ചെടുത്ത പൈനാപ്പിൾ ഇലകൾ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ ആവശ്യമായ യന്ത്രസാമഗ്രികൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രം. ലഭ്യമാവുന്ന എല്ലാത്തരം കാർഷിക ഉൽപ്പന്നങ്ങളും എങ്ങനെ കന്നുകാലികളുടെ തീറ്റയിൽ ഉൾപ്പെടുത്താമെന്ന പരീക്ഷണവും നടക്കുകയാണ്. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ മൃഗസംരക്ഷണ വിദഗ്ധ ഡോക്ടർ സ്മിത ശിവദാസൻ, KVK മേധാവി ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷണം നടന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ ഗുണനിലവാര മാനദണ്ഡങ്ങൾ ശക്തമാക്കാനുള്ള നീക്കവുമായി ഇന്ത്യ. നിലവിൽ കടുത്ത പരിശോധനകൾക്ക് ശേഷമാണ് കയറ്റുമതിക്ക് അനുമതി നൽകുന്നത്. വിദേശത്തേക്ക് കയറ്റിയച്ച സുഗന്ധവ്യഞ്ജനങ്ങൾ അർബുദകാരികളായ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ പരിശോധനാ ചട്ടം പുറത്തിറക്കാനൊരുങ്ങി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആഗോളതലത്തിൽ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് രാജ്യത്തു തന്നെ പരിശോധന നടത്തി ഗുണനിലവാരമുള്ളവ മാത്രം കയറ്റിയയ്ക്കാൻ FSSAI തീരുമാനിച്ചത്. കഴിഞ്ഞ ഏപ്രിലിലാണ് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങൾ ക്യാൻസറിന് കാരണമാകുന്ന എഥിലീൻ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതിന്റെ തുടർച്ചയായി രാജ്യാന്തര ഏജൻസികൾ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന കയറ്റുമതി നിരീക്ഷിക്കുന്നത് ശക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇന്ത്യ 6 മാസത്തിനുള്ളിൽ പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ഏർപ്പെടുത്തുമെന്ന ആശങ്കയെ തുടർന്നാണ് കയറ്റുമതിക്കാരുടെ ഈ നിലപാട്. അമേരിക്കൻ ചെമ്മീനിന്റെ 30% തീരുവ പിൻവലിക്കണമെന്നാണ് ഇന്ത്യൻ സമുദ്രോൽപ്പന്ന വ്യവസായം ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന വിപണിയായ അമേരിക്കയിൽ നിന്ന് പരസ്പര താരിഫ് ഈടാക്കുമെന്ന ഭയത്തിലാണ് കയറ്റുമതിക്കാർ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയപ്പോൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കയറ്റുമതിക്കാർ ഈ അഭ്യർത്ഥന സമർപ്പിച്ചത്. രാജ്യത്തെ മൊത്തം സമുദ്രോൽപ്പന്ന കയറ്റുമതി വിറ്റുവരവിന്റെ 34% അമേരിക്കയാണ്. ഇന്ത്യൻ ചെമ്മീനിന്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് US. നിലവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പിൻവലിക്കുന്നത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ല. എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ ചുമത്തിയാൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കനത്ത നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
കേരളീയർ കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മന്ത്രി OR കേളു. തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കൃഷിയോഗ്യമാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളീയർ കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു. ചെറുകിട നാമമാത്ര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത് ഗഡു വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്കാരം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. കൃഷി പൂർണ്ണമായും ഇല്ലാതായാൽ നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തിലും മാറ്റം വരും. പച്ചക്കറി കൃഷിയിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കണം. തരിശായി കിടക്കുന്ന സ്ഥലമെല്ലാം കൃഷിക്കായി ഉപയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷനായി. സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ സഹായം ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22,000 കോടിയിലധികം രൂപയാണ് രാജ്യത്തെ 2.41 കോടി സ്ത്രീകളടക്കം 9.8 കോടി കർഷകർക്ക് ലഭിക്കുക. പദ്ധതി വഴി ഇതുവരെ രാജ്യത്ത് 3.5 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാമോയിൽ വിലവർധന അധികനാൾ തുടരാൻ സാധ്യതയില്ലെന്ന് ഇന്ത്യൻ വെജിറ്റബിൾ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഉൽപാദനം ഉയരുന്നതോടെ വിപണിയിൽ സാന്നിധ്യം ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. മലേഷ്യയിൽ നടന്ന ഭക്ഷ്യ എണ്ണ സംബന്ധിച്ച സെമിനാറിലാണ് ഇന്ത്യ വെജിറ്റബിൾ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസ്താവന. നിലവിൽ $1 ടണ്ണിന് $50 വരെ പാം ഓയിലിന്റെ നിലവിലെ പ്രീമിയം നിരക്ക് സ്ഥിരമായിരിക്കില്ലെന്നാണ് IVPA പ്രസിഡന്റ് സുധാകർ ദേശായി അഭിപ്രായപ്പെട്ടത്. സോയ ഉൽപാദനത്തേക്കാൾ മുന്നേറ്റം പാം ഓയിൽ നടത്തുമെന്നാണ് കണക്കാക്കുന്നത്. ബ്രസീലിലെയും US-ലെയും ഉൽപാദകരിൽ നിന്ന് 3.84 ദശലക്ഷം ടൺ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പാം ഓയിലിന്റെ പ്രീമിയം കുറയ്ക്കാൻ വിപണി നിർബന്ധിതരാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ഇന്ത്യൻ വിപണിയിൽ പാം ഓയിൽ വില കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം വില വർധനയാണ്. വിപണി വിഹിതം കുറയാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട്. ആഗോള വെജിറ്റബിൾ ഓയിൽ മേഖലയിൽ ഇന്ത്യൻ വെജിറ്റബിൾ ഓയിൽ മുന്നേറ്റം നടത്തുന്നതും സെമിനാറിൽ വിഷയമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 136, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 375, കൊക്കോ പരിപ്പ് 620, കുരുമുളക് ഗാർബിൾ 67,200, കുരുമുളക് അൺഗാർബിൾ 65,200, ഏലക്ക 2700 മുതൽ 2800 വരെ, വെളിച്ചെണ്ണ 22,300, കൊപ്ര 17,400, ചുക്ക് 22,500.